ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ കോൺഫറൻസ് ലീഗിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ഒരു ഗംഭീര വിജയമാണ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസി സ്വന്തമാക്കിയിട്ടുള്ളത്. 1-4 ഗോളുകൾക്കാണ് സ്പാനിഷ് ക്ലബ്ബായ റയൽ ബെറ്റിസിനെ അവർ പരാജയപ്പെടുത്തിയത്. ആദ്യ പകുതിയിൽ ചെൽസി ഒരു ഗോളിന് പിറകിലായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയുടെ അവസാനത്തിൽ മിന്നിക്കത്തിയ ചെൽസി 4 ഗോളുകൾ നേടിക്കൊണ്ട് വിജയം സ്വന്തമാക്കുകയായിരുന്നു. മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഗോൾ നേടിയത് അഥവാ ലീഡ് എടുത്തത് റയൽ ബെറ്റിസ് ആണ്. എസ് സൗലി ആയിരുന്നു അവർക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുത്തത്. ഇസ്കോയുടെ അസിസ്റ്റിൽ നിന്നാണ് ആ ഗോൾ പിറന്നത്. ആദ്യ പകുതിയിൽ റയൽ ബെറ്റിസ് ഈ ഗോളിന്റെ ലീഡിൽ കളം വിട്ടു. എന്നാൽ രണ്ടാം പകുതിയിൽ ശക്തമായ തിരിച്ചുവരവാണ് ചെൽസി നടത്തിയത്. 65-ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ ഗോൾ പിറന്നു. അസിസ്റ്റ് നൽകിയത് കോൾ പാൽമർ ആണ്. പിന്നീട് 70-ാമത്തെ മിനിറ്റിൽ കോൾ പാൽമറുടെ മറ്റൊരു അസിസ്റ്റ് നമ്മൾ കണ്ടു. നിക്കോളാസ് ജാക്സൺ ആണ് അവിടെ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് 83-ാമത്തെ മിനിറ്റിൽ ജാഡൻ സാൻജോയുടെ ഒരു കിടിലൻ ഗോൾ ഉണ്ടായിരുന്നു. മനോഹരമായ ഒരു ഗോൾ തന്നെയാണ് സാൻജോ നേടിയിട്ടുള്ളത്. അതിനുശേഷം മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ മോയിസസ് കൈസേഡോ കൂടി ഗോൾ കണ്ടെത്തി. അതിന് അസിസ്റ്റ് നൽകിയത് എൻസോ ഫെർണാണ്ടസ് ആണ്. ഇങ്ങനെ 1-4 ഗോളുകളുടെ ഒരു വിജയമാണ് ചെൽസി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതോടുകൂടി ഒരു യൂറോപ്യൻ കിരീടം സ്വന്തമാക്കാൻ ഇപ്പോൾ ചെൽസിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇനി മറ്റു മത്സര ഫലങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് സാന്റോസും യൂറോപ്യൻ വമ്പന്മാരായ RB ലീപ്സിഗും തമ്മിൽ ഒരു സൗഹൃദ മത്സരം ഇന്ന് കളിച്ചിരുന്നു. ആ മത്സരത്തിൽ സാന്റോസിന് പരാജയം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. 1-3 ഗോളുകൾക്കാണ് സാന്റോസ് ഈ മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളത്. മത്സരത്തിൽ കുറച്ചു നേരം നെയ്മർ ജൂനിയർ കളിച്ചിരുന്നു. മികച്ച പ്രകടനം നെയ്മർ നടത്തിയിട്ടുണ്ട്. പക്ഷേ RB ലീപ്സിഗിന് വേണ്ടി അവരുടെ യുവ സൂപ്പർ താരമായ സാവി സിമൺസ് മികച്ച പ്രകടനം നടത്തി. 2 ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ശേഷിക്കുന്ന ഗോൾ ഒപ്പൻഡയുടെ വകയായിരുന്നു. അതേസമയം സാന്റോസിന്റെ ഏക ഗോൾ നേടിയത് ഹാനാണ്. ഏതായാലും 1-3 ഗോളുകൾക്കാണ് ഈ സൗഹൃദ മത്സരത്തിൽ സാന്റോസ് പരാജയപ്പെട്ടിട്ടുള്ളത്. അതേസമയം ഇന്റർ മയാമി മോൺട്രിയലിനെതിരെ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. 2-4 ഗോളുകൾക്കാണ് മയാമി വിജയിച്ചിട്ടുള്ളത്. തിളങ്ങിയത് മറ്റാരുമല്ല, ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസുമാണ്. ഇരട്ട ഗോളുകളും അസിസ്റ്റും ഒക്കെ സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സുവാരസ് ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട്. മത്സരത്തിന്റെ 27-ാമത്തെ മിനിറ്റിലാണ് മെസ്സിയുടെ ഒരു മനോഹരമായ ഗോൾ പിറന്നത്. സെർജിയോ ബുസ്കറ്റ്സ് ആയിരുന്നു അതിന് അസിസ്റ്റ് നൽകിയത്. പിന്നീട് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ സുവാരസ് 68-ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ കണ്ടെത്തി. മെസ്സിയുടെ അസിസ്റ്റ് ആയിരുന്നു. പിന്നീട് 71-ാമത്തെ മിനിറ്റിൽ സുവാരസ് വീണ്ടും ഗോൾ കണ്ടെത്തി. അതിനുശേഷം മോൺട്രിയലിന് ഒരു ഗോൾ പിറന്നു. പിന്നീട് 88-ാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ ഗോൾ പിറന്നു. അതിന് അസിസ്റ്റ് നൽകിയത് സുവാരസ് ആണ്. അതിനുശേഷം ഏറ്റവും അവസാനത്തിൽ ഒരു ഗോൾ കൂടി മോൺട്രിയൽ നേടി എന്നുള്ളതാണ്. ഇങ്ങനെ സുവാരസും മെസ്സിയുമാണ് ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത്. രണ്ടുപേരും 2 ഗോളുകളും ഓരോ അസിസ്റ്റും വീതം ഈ ഒരു മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സമീപകാലത്ത് മോശം പ്രകടനമാണ് ഇന്റർ മയാമി നടത്തുന്നത്. എന്നിരുന്നാലും ഈ വിജയം അവർക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.